Hi all, welcome to another lecture of Engineering Thermodynamics, and in today's class we will be discussing some numerical problems based on entropy. So without any delay we will go to the first problem. So here is our first problem. When water is flowing through turbine, its temperature is raised from 35 degrees Celsius to 40 degrees Celsius due to friction. No heat transfer occurs during this process. Assume it is a constant volume process. Find the change in entropy of water while it is passing through the turbines. So hope you have taken down the question and we'll be dealing directly with the answers. So this question, the first question, it's really simple. Entropy related ചെയ്തിട്ടുള്ള ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഒരു ടർബൈൻ ഒരു പൈപ്പ് കൂടെ ടർബൈൻ കറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ചെയ്യുന്നു, ടർബൈൻ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ എന്താവുന്നു, 35 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഹീറ്റ് കൂടുന്നു, ഹീറ്റ് കൂടി വരികയാണ് ടർബൈനിൽ പാസ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് ഹീറ്റ് കൂടാനുള്ള കാരണം? ഫ്രിക്ഷനാണ് അല്ലേ? ഫ്രിക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ ഒരു ഫോം ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് അല്ലേ? തിരിച്ച് നമുക്ക് ഇനി അത് ഗെയിൻ ചെയ്യാൻ കഴിയില്ല. ഫ്രിക്ഷൻ കാരണം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. മാത്രമല്ല ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. അതായത് ഇങ്ങനെ 40 ഡിഗ്രി ചൂടായി കഴിഞ്ഞാലും പുറത്തേക്ക് ടെമ്പറേച്ചർ പോയി കഴിഞ്ഞ് പഴയ 35ലേക്ക് എത്തുന്നില്ല എന്ന മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ല എന്ന് പറയാനും കൂടി ആയിരിക്കാം. ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല പുറത്തേക്ക്. എന്നിട്ട് പറഞ്ഞു ഈ പ്രോസസ്സ് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിൽ they are asking us to find what is the change in entropy. എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഇതെന്ത് ചെയ്യാം, ഒരു ഡയഗ്രാം, ഒരു TS ഡയഗ്രാം വരക്കാം. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ ഞാൻ കാണിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇവിടെയാണ് 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി എന്നാണ് പറഞ്ഞത് ഡ്യൂ ടു ഫ്രിക്ഷൻ. സേ ഇവിടുന്ന് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കുന്നു. സേ ദിസ് ഈസ് പൊസിഷൻ 1 ആൻഡ് ദിസ് ഈസ് പൊസിഷൻ 2. സോ 1ൽ നിന്ന് 2ലേക്ക് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ചേഞ്ച്, ഈ ഒരു ടെമ്പറേച്ചർ റൈസ് ഒക്കർ ചെയ്തപ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നാണ്, ഐ മീൻ ഹീറ്റ് ട്രാൻസ്ഫർ അല്ല, എൻട്രോപ്പി ചേഞ്ച് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്കറിയാം ഇക്വേഷൻ ഫോർ എൻട്രോപ്പി ചേഞ്ച് ഈസ് TQ = T × DS അല്ലേ? പക്ഷേ ഈ ഇക്വേഷൻ ആസ് സച്ച് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? TQ = TDS നമുക്ക് പറയാൻ പറ്റുക, കാരണം ഇതിൽ നിന്ന് നമുക്ക് DS എൻട്രോപ്പി ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇത് പറയാൻ പറ്റുക ഇഫ് ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഓൺലി. EQ it represents the heat transferred through reversible path. റിവേഴ്സിബിൾ പ്രോസസ് കൂടെ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 1 to 2 റിവേഴ്സിബിൾ ആണോ? അല്ല. കാരണം എന്താ റിവേഴ്സിബിൾ അല്ല പറയാൻ കാരണം? ഫ്രിക്ഷൻ കാരണത്താലാണ് ടെമ്പറേച്ചർ റൈസ് ഉള്ളത്. ഫ്രിക്ഷൻ ഒരു ഇറിവേഴ്സിബിലിറ്റി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എൻട്രോപ്പി ചേഞ്ച് കാണാൻ. അതായത് ഈ ഇക്വേഷൻ എനിക്കറിയാം, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ DS = DQ ഓഫ് റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T. അപ്പോൾ ഈ ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല, എളുപ്പമാണ്. ഇത് 1 to 2 ഒരു ഇറിവേഴ്സിബിൾ പാത്താണ് അല്ലേ? ഈ 1ൽ നിന്ന് 2ലേക്ക് എനിക്ക് വേറെ ഒരു പല പാത്സും കൂടെ പോയിക്കൂടെ? എനിക്ക് പല പാത്ത് കൂടെയും 1 to 2 പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ പല പാത്തിലൂടെയുള്ള പാത്തുകളിൽ റിവേഴ്സിബിളായി പോകുന്ന പാത്തിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഡാർക്കൻ ചെയ്ത് വരച്ച ഈ ലൈന് റിവേഴ്സിബിൾ പാത്ത് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ദിസ് ഈസ് മൈ റിവേഴ്സിബിൾ പാത്ത്. വേറെയും പാത്തുകൾ ഉണ്ടാവും, അതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ റിവേഴ്സിബിളി എനിക്ക് 1ൽ നിന്ന് 2ലേക്ക് എത്താൻ കഴിയുന്ന ഒരു പാത്ത് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്ത് എടുക്കാൻ കാരണം എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം.
ഇറ്റ് ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 1ഉം 2ഉം ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റിനും മാത്രമാണ് പ്രോപ്പർട്ടി ബന്ധപ്പെടുത്തുന്നത്. അത് ഏത് പാത്ത് കൂടെ പോയാലും ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് ദ പ്രോപ്പർട്ടി. അതുകൊണ്ട് എനിക്ക് 1 to 2 ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ പാത്ത് കൂടെ ഉള്ള എൻട്രോപ്പി ചേഞ്ച് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 1 to 2 കൂടെ ഉള്ള ഒരു റിവേഴ്സിബിൾ പാത്ത് ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യാം, എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ട്രൈ ഔട്ട് ചെയ്യാന്ന് ഉദ്ദേശം ഞാനിവിടെ ഒരു ചെറിയ ഇൻഫിനിറ്റ്സിമൽ ചെറിയൊരു ഡി എസിനെയാണ് ഞാനിവിടെ, ഇത് എസ് ആണ്, സോ ദിസ് ചേഞ്ച് ഈസ് ഡി എസ്. ഓക്കെ, ആ ഡി എസ് ആണ് ഞാൻ കണ്ടത്. എന്നിട്ട് ഈ പാത്ത് കൂടെ ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം 1 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫ്രം 1 to 2 കിട്ടും ത്രൂ റിവേഴ്സിബിൾ പാത്ത്. അത് തന്നെയായിരിക്കും ഇറിവേഴ്സിബിൾ പാത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച്. മനസ്സിലായല്ലോ? സോ ആ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോബ്ലം. ഞാൻ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഈ ഇക്വേഷൻ തന്നെ എടുക്കാം. എന്തുകൊണ്ടാണ്? എനിക്ക് എൻട്രോപ്പി ചേഞ്ചാണ് കാണേണ്ടത്. എൻട്രോപ്പി ചേഞ്ച് കാണാൻ അതൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് റിവേഴ്സിബിൾ പാത്ത് കൂടെ എടുത്താലും ദർ ഈസ് നോ പ്രോബ്ലം. സോ അപ്പോൾ എനിക്ക് ഇക്വേഷൻസിന് എങ്ങനെ എഴുതാം? ഡി എസ് ഈക്വൽ ടു ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടി എന്ന് എഴുതി. ഇനി ഡി ക്യു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇറ്റ് ഈസ് എം സി വി ഡെൽറ്റ ടി ഡി ടി ഡിവൈഡഡ് ബൈ ടി. ഇവിടെ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസ്, സി വി സ്പെസിഫിക് ഹീറ്റ്. എന്തുകൊണ്ടാണ് സി വി എടുക്കാൻ കാരണം കോൺസ്റ്റന്റ് വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എസ് ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഫുൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഷുഡ് ഇൻ്റഗ്രേറ്റ് ഇറ്റ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സി 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ത്രൂ റിവേഴ്സിബിൾ പാത്ത്, ദാറ്റ് ഇസ് ഡി എസ് ഇസ് ഈക്വൽ ടു എം സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എം ഇൻറ്റു സി വി ഇൻ ഫ്രം 1 to 2 ഡി ടി ബൈ ടി അല്ലേ? സോ അഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് S2 മൈനസ് S1 വിച്ച് ഈസ് അവർ ആൻസർ. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇസ് ഈക്വൽ ടു എം ഇൻറ്റു സി വി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ബൈ ടി ഈസ് ln ഓഫ് T2 by T1. ഇത് ഓൾറെഡി ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്തു. അവിടെ നമ്മൾ മാസ് കൺസിഡർ ചെയ്തില്ല, കാരണം മാസ് യൂണിറ്റി ആണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുത്തു. ഈ ഒരു പ്രോബ്ലത്തിൽ മാസിൻ്റെ വാല്യൂ തന്നിട്ടില്ല. മാസ് വാല്യൂ തരാത്തതുകൊണ്ട് നമ്മൾ ഫോർ എ യൂണിറ്റ് മാസ് എന്താണ് എൻട്രോപ്പി ചേഞ്ച് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാസിൻ്റെ വാല്യൂ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, സോ വി ആർ അസ്യൂമിങ് ഇറ്റ് ടു ബി 1. സി വി ഓഫ് എന്താ? എയർ ആണോ? അല്ല, ഇവിടെ എന്താ ഉള്ളത്? വാട്ടറാണ് ടർബൈൻ കൂടെ പോയി കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സി വി ഓഫ് വാട്ടർ നമ്മൾ പഠിക്കണം. ആ ഇക്വേഷൻ അല്ല, വാല്യൂ നമ്മൾ കാണാപ്പാടെ പഠിക്കണം. ദ വാല്യൂ ഈസ് 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദിസ് ഈസ് സി വി ഓഫ് വാട്ടർ. വാട്ടറിന്റെ സി വി ഇതായപ്പോൾ സി പിയും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വാട്ടർ ഈസ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ സി പിയും സി വിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കംപ്രസിബിൾ ആണെങ്കിലോ ഇത് വാല്യൂസ് ചേഞ്ച് വരാം. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വാട്ടർ ഇൻകംപ്രസിബിൾ ആണ്, അതിൻ്റെ സി വിയും സി പി എന്തായിരിക്കും? സെയിം ആയിരിക്കും. പല ടെക്സ്റ്റിലും പല രീതിയിൽ കാണിക്കാം. ചിലപ്പോൾ 4.182, ചിലപ്പോൾ 4.184, ചില ടെക്സ്റ്റിൽ 4.2 എന്ന് മാത്രം റൗണ്ട് ചെയ്തിട്ട് ഡെസിമലിന് ശേഷം ഒരൊറ്റ ഡിജിറ്റ് മാത്രമായിട്ട് റൗണ്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അറൗണ്ട് ഇറ്റ് ഈസ് 4.18 എന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വരാം. സി വി ആൻഡ് സി പി ഓഫ് വാട്ടർ മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് 4.18 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ആ യൂണിറ്റും നമ്മൾ മറക്കരുത്. സോ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഇത് ചിലപ്പോൾ ചില പ്രോബ്ലംസിൽ തന്നേക്കാം, ചിലപ്പോൾ പ്രോബ്ലംസിൽ തരില്ല. നമ്മൾ മാൻഡേറ്ററി ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് നമ്മൾ എയറിൻ്റെത് പറഞ്ഞ പോലെ തന്നെ വാട്ടറിൻ്റെയും സി പിയും സി വിയും നമ്മൾ പഠിച്ചെടുക്കുക. സോ നമുക്കറിയാം വാട്ടറിൻ്റെ സി വി ആണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് 4.184 അല്ലെങ്കിൽ 4.187 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ എടുത്തു. ആൻഡ് ln ഓഫ് T2 by T1 ഏതൊക്കെയാണ് ടെമ്പറേച്ചർ? 40 ഡിഗ്രി 35 ഡിഗ്രിയും. അപ്പോൾ ln ഓഫ് 40/35 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഡിവിഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ SI യൂണിറ്റ് തന്നെ എടുക്കണം. ഡിഫറൻസ് ആയിരുന്നു കാണണമെങ്കിൽ T2 മൈനസ് T1 എന്നായിരുന്നെങ്കിൽ അത് ഡിഗ്രി സെൽഷ്യസിൽ എടുത്താലും കെൽവിനിൽ എടുത്താലും ഫാരൻഹീറ്റിൽ എടുത്താലും ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ഈ വാല്യൂ മാറ്റം വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ SI യൂണിറ്റിൽ എടുക്കണം. 40 ഡിഗ്രി സെൽഷ്യസ് എന്നത് SI യൂണിറ്റ് കെൽവിനിലേക്ക് ആക്കുമ്പോൾ
273 plus 40 ആണ്. 273 plus 40 is 313 കെൽവിൻ. അതേപോലെ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇതിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 308 കെൽവിൻ വരും. അപ്പോൾ ഈ കെൽവിൻ വാല്യൂസ് ആണ് ഞാൻ ഇക്വേഷനിൽ ഇടേണ്ടത്. ദാറ്റ് ഈസ് അവർ SI യൂണിറ്റ്. ln of 313 divided by 308. എല്ലാം ഉണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ln of ഈ വാല്യൂ കാണുക. ഈ വാല്യൂ കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 4.187 യു വിൽ ഗെറ്റ് 0.0674. ഇതാണ് എന്ത് എൻട്രോപ്പി ചേഞ്ച് S2 മൈനസ് S1. സോ ഫൈനലി നിങ്ങൾക്ക് എഴുതാം ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് വാട്ടർ S2 മൈനസ് S1. ദാറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. എൻട്രോപ്പി ചേഞ്ച് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0.0674 ആണ്. അതിൻ്റെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് മറക്കരുത്. തെർമോഡൈനാമിക്സിൽ യൂണിറ്റ് വളരെയധികം നിർബന്ധമാണ്. എഴുതുന്ന യൂണിറ്റ് വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കണം. സോ S2 മൈനസ് S1 ആണ്. സോ ദാറ്റ് ഈസ് കിലോ ജൂൾസ് പെർ കെൽവിൻ. ഓക്കെ, എൻട്രോപ്പിയുടെ യൂണിറ്റ് പറഞ്ഞാൽ കിലോ ജൂൾസ് പെർ കെൽവിനോ അല്ലെങ്കിൽ ജൂൾസ് പെർ കെൽവിനോ ഇടാം. ഞാനിവിടെ കിലോ എടുക്കാൻ കാരണം 4.187 എന്നുള്ളത് കിലോ ജൂൾസ് എന്നായിരുന്നു അല്ലേ. 4.187 എന്നുള്ളത് കിലോ ജൂൾസിലായതുകൊണ്ട് അപ്പോൾ ഈ എൻട്രോപ്പി ചേഞ്ച് എന്താവും കിലോ ജൂൾസ് പെർ കെൽവിനോ. സോ ദിസ് ഇസ് എ ഡയറക്റ്റ് പ്രോബ്ലം ആൻഡ് എൻ ഈസി പ്രോബ്ലം ഓൺ എൻട്രോപ്പി. സോ നൗ വി വിൽ ഗോ ഓൺ ഫോർ ദി നെക്സ്റ്റ് പ്രോബ്ലം. ഹിയർ ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1 kilogram of water at 280 Kelvin is having contact with the reservoir at 380 Kelvin. When the water attains the temperature of 380 Kelvin, find the change in entropy of the water, of the reservoir and of the universe. If water heated from 280 Kelvin to 380 Kelvin by first bringing it in contact with the reservoir at 330 Kelvin and then with a reservoir at 380 Kelvin, what will be the change in entropy of the universe? Explain how can the water be heated from 280 Kelvin to 380 Kelvin with no change in entropy of the universe. So hope you have taken down the second question. Second question pretty ഒരു large question ആണ്, ഒരു വലിയ question ആണ്. കുറച്ച് കൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ടാണ് ആ പ്രോബ്ലം ഞാൻ ചൂസ് ചെയ്തത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് എ റിയൽ കൺസെപ്റ്റ്, ഒരു എൻട്രോപ്പിനെ കുറിച്ചുള്ളൊരു ഐഡിയ, ഒരു ബേസിക് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. സോ ദാറ്റ്സ് വൈ ഐ ഹാവ് ചൂസൺ ദാറ്റ്. സോ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? 3 സെറ്റായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സെറ്റിൽ പറയുന്നത്, സെറ്റല്ല പാർട്സ് എന്ന് പറയാം. സോ ഒന്നാമത്തെ കേസിൽ പറയുന്നത് 1 kilogram of water. അപ്പോൾ മാസ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ as 1 kilogram. 1 kilogram of വാട്ടർ ആണ് ഫ്ലൂയിഡ്. 1 kilogram of വാട്ടർ ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 280 കെൽവിനാണ് അല്ലേ. ഈ 280 കെൽവിനുള്ള വാട്ടർ ഒരു 380 കെൽവിനുള്ള ഒരു റിസർവോയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. 280 കെൽവിൻ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ മറ്റ് റിസർവോയറിൽ, അതായത് റിസർവോയർ വാട്ടർ ആയിരിക്കാം, 380 കെൽവിൻ ടെമ്പറേച്ചറുള്ള ഒരു റിസർവോയറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ നമ്മൾ സംഭവിക്കുക എന്താ, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ നോർമലാക്കി ഒരു ഇക്വിലിബ്രിയത്തിലാക്കി ഇത് 380 കുറഞ്ഞിട്ട് ഒരു വാല്യൂ എത്തും, ഇത് 280 കൂടിയിട്ട് വരും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇതാണല്ലോ നമ്മുടെ സിസ്റ്റം, അതായത് ഇവിടെയാണ് നമ്മൾ വാട്ടർ ഉള്ളത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ 280 കെൽവിനുള്ള ഈ വാട്ടർ സിസ്റ്റം അത് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് 380 കെൽവിൻ ടെമ്പറേച്ചർ വരെ ആയി. അതായത് ഈ റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഇവിടുന്ന് ഹീറ്റ് കൊടുക്കുകയാണെന്നുള്ളത് സങ്കല്പം. അതായത് ഇവിടുത്തെ ഹീറ്റ് കുറയാണ്ട് ഇവിടുന്ന് ഹീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇത് 380 കെൽവിൻ വരെ എത്തി. 380 കെൽവിൻ വരെ ഇതിന് ഹീറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 380 കെൽവിൻ വരെ ആയെങ്കിൽ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി ചേഞ്ച് എത്രയാണ്? ഏതിൻ്റെ? വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? പിന്നെ അവർ ചോദിച്ചത് വാട്ടറിനൊരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടായി, അതുപോലെ എന്തിനും കൂടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും? റിസർവോയറിന് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്താ? യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കിട്ടാൻ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഉണ്ടായി. സോ ഇത് മൂന്നുമാണ് ഫസ്റ്റ് സെറ്റിൽ, ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്.
രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചത് എന്താ? ഞാൻ ആദ്യം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കി തരാം, എന്നിട്ട് ദെൻ വിൽ ഡീൽ വിത്ത് ആൻസർ. സോ രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചത് 280 നിന്ന് 380 ഡയറക്റ്റ് ചൂടാക്കുന്നതിന് പകരം സ്റ്റെപ്പ് വൈസ് ആക്കി എന്ന് പറഞ്ഞാൽ ആദ്യം 280 കെൽവിനുള്ള വാട്ടറിനെ 330 കെൽവിൻ ടെമ്പറേച്ചറുള്ള ഒരു റിസർവോയർ ആയിട്ട് ആദ്യം കോണ്ടാക്ട് ചെയ്ത് ഹീറ്റാക്കി, എന്നിട്ട് ഇതിനെ 330 കെൽവിനിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തിച്ച വാട്ടറിനെ വീണ്ടും അടുത്തത് 380 കെൽവിൻ റിസർവോയറുമായി ഹീറ്റ് കൊടുത്തു, എന്നിട്ട് ഇതിനെ എന്താക്കി 380 കെൽവിൻ ആക്കിയിട്ട് മാറ്റി. അതായത് 280 ഡയറക്റ്റ് 380 ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് 380 ആക്കാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി. ആദ്യം 330 കെൽവിനായിട്ട് കോണ്ടാക്ട് വെച്ചു, എന്നിട്ട് ആ 330 ആയതിനെ വീണ്ടും 380 ആയിട്ട് കോണ്ടാക്ട് വെച്ചിട്ട് വാട്ടർ 380 ആക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ് വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച്, എന്താണ് റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച്, എന്താണ് ടോട്ടൽ യൂണിവേഴ്സിൻ്റെ ചേഞ്ച്? നേരത്തെ ചോദിച്ച 3 എണ്ണം ഇവിടെയും 3 ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദിച്ചത് ഈ 2 പ്രോബ്ലം ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു കൺസെപ്റ്റ് മനസ്സിലാവും. ആ കൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 280 കെൽവിനുള്ള വാട്ടറിനെ 380 കെൽവിൻ ആക്കിയിട്ട് ഹീറ്റ് ആക്കുമ്പോൾ അങ്ങോട്ട് ടെമ്പറേച്ചർ ഇതിന് കൊടുത്തു കഴിഞ്ഞ് ഇതിനെ 380 കെൽവിൻ ആക്കണമെങ്കിൽ അവർ ചോദിക്കുകയാണ് എൻട്രോപ്പി ചേഞ്ച് ഒന്നുമില്ലാണ്ട് എങ്ങനെ എനിക്ക് ഇതിനെ 250 കെൽവിനെ 380 കെൽവിനാക്കി ഹീറ്റ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റും കൂടെ ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും, മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാൻ. സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നിനും നമ്മൾ നോക്കാം. അപ്പോൾ ഇതിൽ ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഇറിവേഴ്സിബിൾ കേസാണ് അല്ലേ? ഇറിവേഴ്സിബിൾ കേസ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയാറ് ഇറിവേഴ്സിബിൾ കേസിന് നമ്മൾ അതേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് ഉള്ള ഒരു റിവേഴ്സിബിൾ പാത്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തു. അപ്പം ഇനി അത് ഓരോ പ്രോബ്ലത്തിലും പറയണമെന്നില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലം പറയുന്നത് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. 280 കെൽവിനിൽ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ, ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഒരു റിസർവോയർ ഉണ്ട്. റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ 380 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദിസ് ഈസ് എ റിസർവോയർ. ആ റിസർവോയർ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. റിസർവോയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്ന് ഹീറ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ 280 കെൽവിനെ 380 ആക്കുകയാണ്. എങ്കിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഫൈനൽ ഇക്വേഷൻ, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് dQ/T ആണെന്നറിയാം. അപ്പോൾ ഇവിടെ dQ/T നമ്മൾ dQ എന്ന് പറഞ്ഞാൽ mCV ΔT അല്ലെങ്കിൽ mCP ΔT ഏത് ഉപയോഗിക്കുക, കാരണം വാട്ടറിന് അത് രണ്ടും സെയിം ആണ്. ഇൻ്റഗ്രൽ ഫ്രം T1 to T2. ടെമ്പറേച്ചർ 280 നിന്ന് 380 ആകുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി എൻട്രോപ്പി ചേഞ്ച്, ദാറ്റ് ഈസ് S2 - S1. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കറിയാം മാസ് വാല്യൂ തന്നിട്ടുണ്ട്, CP വാല്യൂ എനിക്കറിയാം, അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് dT/T ഈസ് ln ഓഫ് T2/T1. എല്ലാ വാല്യൂസും എനിക്കറിയാം. മാസിൻ്റെ വാല്യൂ തന്നത് 1 കിലോഗ്രാം ആണ്. CP വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, CV വാല്യൂ പോലെ തന്നെ സെയിം ആയിരിക്കും, 4.187 kJ/kg ഇൻറ്റു ln ഓഫ് T2 എത്രയാ, 380, അതാണ് അവരുടെ ഫൈനൽ ടെമ്പറേച്ചർ, ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ടെമ്പറേച്ചർ 280 ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ ആസ് 1.279 kJ/Kelvin. This is the entropy change of water. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മാറിയതാണ് എന്ത്, 280 നിന്ന് 380. സോറി, യെസ്, 280 വാട്ടറിൻ്റെ അതിന് ഹീറ്റ് എടുത്ത് 380 ആക്കി. സോ 1.279 ആണ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് വാട്ടർ. ക്ലിയർ ആണല്ലോ? ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് അടുത്തത് ചോദിച്ചിട്ടുള്ളത് റിസർവോയർ ആണ്. റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഇതാണ് റിസർവോയർ. റിസർവോയറിന് ഹീറ്റ് പുറത്തേക്ക് കൊടുക്കുക, ഹീറ്റ് കൊടുത്തിട്ട് ഇതിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഹീറ്റ് കൊടുക്കുകയാണ്. സോ ഞാൻ ഇവിടെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കാണുകയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് റിസർവോയർ, എൻട്രോപ്പി ചേഞ്ച് ഓഫ് റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് Q/T, dQ അല്ലെങ്കിൽ dQ ചേഞ്ച് ഇൻ ഹീറ്റ്, ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ Q ആണെങ്കിൽ ഇത്രയും Q ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? വി നോ ദാറ്റ് Q ഈസ് ഈക്വൽ ടു TdS ആണ്. സോ അതിൽ നിന്ന് DS എന്ന് പറയുന്നതാണ് ഇതെടുത്തത്. സോ Q/T അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്.
ക്ലിയർ ആണല്ലോ. പക്ഷെ ഇവിടെ ക്യൂ എന്താണ്? ക്യൂ പുറത്തേക്ക് പോവാണ്. സോ വാട്ട് വിൽ ബി ദ സൈൻ കൺവെൻഷൻ? ദാറ്റ് വിൽ ബി മൈനസ്. ഇവിടെ മൈനസ് ആയിരിക്കും. കാരണം എന്താ? ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. നൗ ഐ ക്യാൻ സി മൈനസ് ഓഫ് ക്യൂ പറഞ്ഞാൽ എന്താ? എം സി പി ഡെൽറ്റ ടി, അതായത് T2 മൈനസ് T1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് എം എന്ന് പറഞ്ഞത് എന്താ? 1 ആണ്, യൂണിറ്റ് 1 ആണ്, മൈനസ് സൈൻ ഉണ്ട്, ഇൻറ്റു സി പി 4.187 ഇൻറ്റു T2 മൈനസ് T1. T2 ഏതാ? 380 കെൽവിൻ മൈനസ് 280 കെൽവിൻ. ക്ലിയർ ആണല്ലോ. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ദ റിസർവോയർ ആണ്. കാരണം റിസർവോയറിന്റെ എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. എൻട്രോപ്പി ഓഫ് റിസർവോയർ ഇസ് 380. ക്ലിയർ അല്ലേ? എല്ലാ വാല്യൂസും കിട്ടി. അപ്പോൾ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഐ വിൽ ഗെറ്റ് മൈനസ് 1.102 കിലോ ജൂൾസ് പെർ കെൽവിൻ. സോ ഡെൽറ്റ എസ് ഓഫ് വാട്ടർ കിട്ടി, ഡെൽറ്റ എസ് ഓഫ് റിസർവോയർ എനിക്ക് കിട്ടി. സോ വാട്ട് വിൽ ബി ദി ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ്? ദാറ്റ് വിൽ ബി ഡെൽറ്റ എസ് ഓഫ് വാട്ടർ ആൻഡ് ദ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിസർവോയർ ആണ്. അപ്പോൾ ഡെൽറ്റ എസ് ഓഫ് വാട്ടർ ഈസ് 1.279 കിലോ ജൂൾ പെർ കെൽവിൻ and that of reservoir is minus 1.102 അല്ലേ? മൈനസ് 1.102. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് സൈൻ ആണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി സബ്ട്രാക്ഷൻ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.177 കിലോ ജൂൾസ് പെർ കെൽവിൻ. This is the total entropy change of universe. So total entropy change of universe will always be positive, അല്ലെങ്കിൽ it will be 0 ആണെങ്കിൽ it should be reversible. പക്ഷേ ഇത് റിവേഴ്സിബിൾ അല്ല. കാരണം എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. സോ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 മീൻസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സോ എനിക്ക് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് കിട്ടി. സോ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് എല്ലാ ആൻസറും കിട്ടി. ഫസ്റ്റ് ചോദിച്ചത് ഡയറക്റ്റ് ഹീറ്റിംഗ് നടന്നു, എന്നിട്ട് അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, ടോട്ടൽ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഹീറ്റിംഗ് കൊടുത്തത്. 280 നിന്ന് 330 ആദ്യം ചൂടാക്കി, 330 നിന്ന് പിന്നെ 380 ചൂടാക്കി, 330 നിന്ന് 350 ചൂടാക്കി. അങ്ങനെ 280 നിന്ന് 350 ഒരു സ്റ്റെപ്പ് വഴിയാണ്. രണ്ട് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ദിസ് വൺ, സെക്കൻഡ് സ്റ്റെപ്പ് ദിസ് വൺ. അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ചെയ്തത്. എങ്കിൽ വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, ആൻഡ് ദാറ്റ് ഓഫ് യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഓഫ് വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ്. ആദ്യത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഇറ്റ് ഈസ് ക്യൂ ബൈ ടി. നമുക്കറിയാം ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ബൈ ഡി ക്യൂ ബൈ ടി ആണ് അല്ലേ? ഡി ക്യൂന് എനിക്ക് എങ്ങനെ എഴുതാം? എം സി വിയോ സി പിയോ ഡി ടി ബൈ ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. അപ്പോൾ ഇത് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്തത്? ആദ്യം 280 കെൽവിനിൽ നിന്ന്, ദിസ് ഈസ് ഫ്രം T1 ടു T2, 280 കെൽവിനിൽ നിന്ന് 330 വരെ ആയി. അപ്പോൾ ഉള്ള എം സി പി ഡി ടി ബൈ ടി പ്ലസ് പിന്നെന്താ സംഭവിച്ച വാട്ടറിന്? 330 നിന്ന് 380 ഹീറ്റ് കൊടുത്തു. അപ്പോഴും ഇതേ ഇക്വേഷൻ എം സി പി ഡി ടി ബൈ ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഇക്വേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ഹീറ്റിംഗ് കൊടുത്തതെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം ഒന്നിൻ്റെ കാണും, പിന്നെ അടുത്തിൻ്റെ കാണും. ഇത് വെവ്വേറെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ രണ്ട് സിസ്റ്റം കൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചു. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ അഗെയിൻ. ഡെൽറ്റ എസ് ഓഫ് വാട്ടർ, W എന്ന് എഴുതുന്നുണ്ട് വാട്ടർ മനസ്സിലാക്കാൻ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഇൻ്റഗ്രൽ ഓഫ് 280 to 330 എം സി പി ഡി ടി ബൈ ടി പ്ലസ് integral of 330 to 380 mcp dt by t. ഇതിനെ ഇൻ്റഗ്രേറ്റ് നമുക്കറിയാം, എം സി പി രണ്ടിലും കോമൺ ആണ്. അത് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് വരും. സോ എം സി പി ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് 280 to 330 dt by t പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 330 to 380 integral of dt by t.
സോ ഞാൻ ആ ഇൻ്റഗ്രേഷൻ ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 കിലോഗ്രാം ആണ്. അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സി പി ഓഫ് വാട്ടർ ഓൾറെഡി വി നോ 4.187. Integral of dt by t is ln of t2 by t1. t2 എന്ന് പറഞ്ഞാൽ ഇവിടെ 330 by 280 t1 and plus here ln of dt by t എന്ന് പറഞ്ഞാൽ here it is 380 divided by 330. So once you are elaborating this, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നാച്ചുറൽ ലോഗരിതം ഈ വാല്യൂം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആഡപ്പ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ 1.279 കിലോ ജൂൾസ് പെർ കെൽവിൻ. ദാറ്റ് ഈസ് ദി സോ വാട്ടറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്. അപ്പോൾ ഇവിടെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം ഒരു 280 കെൽവിനുള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിസർവോയർ ആയിട്ടുള്ളത് 330 കെൽവിൻ റിസർവോയർ ആയിട്ട് ഹീറ്റ് ചെയ്തു. അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്തത്, 330 കെൽവിൻ വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിൻ്റെ റിസർവോയർ ആ വെള്ളം നമ്മളൊരു റിസർവോയറായിട്ട് കണക്ട് ചെയ്യുന്നു. ആ റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 380 കെൽവിൻ. അങ്ങനെ 2 സ്റ്റേജ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് സ്റ്റേജും ഇത് സെക്കൻഡ് സ്റ്റേജും എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഇവിടെ ഒരു റിസർവോയർ 1 ഉണ്ട്, അതിനൊരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അതുപോലെ ഇവിടെ റിസർവോയർ 2 ഉണ്ട്, അതിനൊരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അപ്പോഴാണല്ലോ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് വരിക. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് നോക്കാം. സോ ദാറ്റ് ഈസ് ദി ഡെൽറ്റ എസ് ഫോർ റിസർവോയർ 1. റിസർവോയർ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. സോ നമുക്ക് ഇക്വേഷൻ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ -Q/T ആണ്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ സ്റ്റേജ് ആയതുകൊണ്ട് Q1 എന്നിടാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട് Q1 എന്നിടാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് Q എന്ന് പറഞ്ഞാൽ mCV ഡെൽറ്റ ടി ഓർ dt ഡിവൈഡഡ് ബൈ ടി എന്നാണ് ഇക്വേഷൻ. അതിൽ മാസ് എനിക്കറിയാം, എത്രയാണ് മാസ്, മൈനസ് വാല്യൂ അവിടെ ഉണ്ട് 1 ഇൻറ്റു CV വാല്യൂ ഓഫ് വാട്ടർ ഈസ് 4.187 ഇൻറ്റു dt ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ 330 ആൻഡ് 280 ആണ്. 330 മൈനസ് 280 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് റിസർവോയർ ഈസ് 330 അല്ലേ. സോ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you can see that we will get the value -0.634444 kilojoules per Kelvin. That is the entropy change of the first reservoir. ഒന്നാമത്തെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ് ഈ പണ്ട് വാല്യൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ചും കൂടെ നമ്മൾ കാണണം. രണ്ടാമത്തെ റിസർവോയറിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ സെയിം മൈനസ് രണ്ടാമത്തേതായതുകൊണ്ട് Q2 എന്ന് പറയുന്നു. ടെമ്പറേച്ചർ ഇസ് ഡിഫറെൻറ്റ്, നേരത്തെ ടെമ്പറേച്ചർ അല്ല, നമുക്ക് നോക്കാം. സോ മൈനസ് ഓഫ് mCV dt by t. സോ അഗെയിൻ മൈനസ് സൈൻ അവിടെ ഉണ്ട്. എം എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്, CV ഈസ് 4.187 ഇൻറ്റു dt. രണ്ടാമത്തെ സ്റ്റേജിൽ 330 ആൻഡ് 380 ആണ് അല്ലേ. സോ 380 മൈനസ് 330 ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ദ റിസർവോയർ സെക്കൻഡ് സ്റ്റേറ്റിൽ വരുന്നത് 380 ആണ് അല്ലേ. സോ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി യു വിൽ ഗെറ്റ് ദ വാല്യൂ മൈനസ് ഓഫ് 0.551 കിലോ ജൂൾസ് പെർ കെൽവിൻ. അപ്പോൾ രണ്ടാമത്തെ റിസർവോയറിൻ്റെയും എൻട്രോപ്പി ചേഞ്ച് എനിക്ക് കിട്ടി. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എന്തായിരുന്നു, ഓരോന്നിൻ്റെയും എൻട്രോപ്പി ചേഞ്ച് എന്താണെന്നുള്ളത് നമ്മളോട് കാണാൻ പറഞ്ഞിരുന്നു അല്ലേ. ഫസ്റ്റ് കേസിൽ നമ്മൾ എൻട്രോപ്പി ചേഞ്ച് ഓഫ് വാട്ടർ ചോദിച്ചു, പിന്നെ എൻട്രോപ്പി ചേഞ്ച് ഓഫ് റിസർവോയർ ചോദിക്കുന്നു, പിന്നെ ചോദിച്ചത് യൂണിവേഴ്സിൻ്റെ ആണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ entropy change of water plus entropy change of first reservoir and entropy change of the second reservoir എല്ലാത്തിൻ്റെയും സമ്മാണ്. സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് വാട്ടർ നമ്മൾ കിട്ടിയത് 1.279 ആയിരുന്നു. പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി ഫസ്റ്റ് റിസർവോയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് 0.6344 and adding lastly minus 0.551 is the entropy change of the second reservoir. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you can see the value, it is 0.0936 കിലോ ജൂൾസ് പെർ കെൽവിൻ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സെറ്റിൻ്റെയും ആൻസർ എനിക്കായി.
The value is a positive value, which means it's a possible process. Irreversible ആണ്. It is greater than 0. കാരണം എന്താ, ഹീറ്റിംഗ് ആണ് നടന്നത്. ഹീറ്റിംഗ് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇത് ഈക്വൽ ടു 0 അല്ല. ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? അവിടെയാണ് നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് പറഞ്ഞത്. എങ്ങനെ ചോദ്യം ചോദിച്ചത് 280 കെൽവിനുള്ള വാട്ടറിനെ എനിക്ക് 380 കെൽവിനുള്ള വാട്ടർ ആക്കണം വിത്തൗട്ട് ചേഞ്ച് ഇൻ എൻട്രോപ്പി. ദർ ഈസ് നോ ചേഞ്ച് ഇൻ എൻട്രോപ്പി. വാട്ടറിന് റെസ്പെക്റ്റീവ് അല്ല കേട്ടോ പറഞ്ഞത്, ടോട്ടലായിട്ട് നോക്കുമ്പോൾ, അതായത് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സിൻ്റെ ടോട്ടൽ, യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനും സറൗണ്ടിങ്, സിസ്റ്റത്തിന് ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും, അതിനനുസരിച്ച് കറസ്പോണ്ടിംഗ്ലി സറൗണ്ടിങ്ങിന് ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. സോ നെറ്റായിട്ട് നോക്കുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് 0 ആയിട്ട് വരുത്തണം. അതെങ്ങനെ എനിക്ക് വരുത്താൻ പറ്റും എന്നതാണ് ചോദ്യം. ഇതൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കത് ഈ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെയാണ്? നമ്മൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ ഡീൽ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തിരുന്നത്, 280 കെൽവിനുള്ള വാട്ടറിനെ നമ്മളൊരു 380 കെൽവിനുള്ള റിസർവറായിട്ട് ഞാൻ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴത്തെ ഫസ്റ്റത്തെ പ്രോബ്ലത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് ചേഞ്ച് ഇൻ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് കിട്ടിയത് എത്രയായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് 0.177. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ ചെയ്യുന്നതാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് നോട്ട് ചെയ്യുന്നുണ്ടാവും ഈ പ്രോബ്ലം എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ പേജ് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫസ്റ്റ് കേസിൽ ഡയറക്റ്റ് ഹീറ്റിംഗ് കണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് വാസ് observed, അല്ലെങ്കിൽ it was attained as entropy change was got as 0.177 kilojoules per kilogram. രണ്ടാമത്തെ പ്രോബ്ലം, അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തീർത്ത പ്രോബ്ലത്തിൽ ചേഞ്ച് ഇൻ യൂണിവേഴ്സ്, എൻട്രോപ്പി ചേഞ്ച് ഇൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു. 2 സ്റ്റെപ്പായിട്ട് ചെയ്തപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നടത്തി. എന്താ ചെയ്തത്, 280-ന് 380 ആക്കി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഇടയിൽ ഒന്ന് സ്റ്റെപ്പ് ആക്കിയിട്ട് നമ്മൾ ചെയ്തു. ആദ്യം ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു, എന്നിട്ട് പിന്നെ ആ ടെമ്പറേച്ചറിൽ നിന്ന് പിന്നെ അടുത്ത ടെമ്പറേച്ചറിലേക്ക് നമ്മൾ 2 സ്റ്റെപ്പ് ആക്കിയിട്ട് ചെയ്തു. സോ ദ എൻട്രോപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് വാസ് 0.0936 kilojoules per Kelvin. സെയിം പ്രോസസ്സ്, ഫൈനൽ ഔട്ട്കം രണ്ടിനെയും സെയിം ആണ് അല്ലേ. ഫൈനലി 380 എത്തി. പക്ഷെ ഇവിടെ കണ്ടോ, എൻട്രോപ്പി ചേഞ്ച് ഇവിടുത്തത് 0.17 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.18. ഇവിടെ എന്ന് പറഞ്ഞാൽ 0.9 ആണ്. അതായത് ഇതിൻ്റെ നേരെ പകുതിയായി ഇത് അല്ലേ. ഇതിന് നമുക്ക് റൗണ്ട് ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 0.18 എന്ന് പറയാം. ദിസ് ഈസ് 0.09. അതായത് ഇതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ എനിക്ക് ഈ വാല്യൂ കിട്ടും. അതായത് യൂണിവേഴ്സ് ഫസ്റ്റ് കേസിൻ്റെ എൻട്രോപ്പി വാല്യൂ എന്താണോ അതിൻ്റെ ഏതാണ്ട് പകുതിയുടെ അടുത്താണ് എനിക്ക് കിട്ടിയത്. എൻട്രോപ്പി കുറയാണ് ചെയ്തത്, പകുതിയായി. അപ്പം ഞാൻ 2 സ്റ്റേജിന് പകരം ഞാൻ 3 സ്റ്റേജ് ആക്കിയിരുന്നെങ്കിലോ വീണ്ടും ഇതിന്ന് കുറയും. 4 സ്റ്റേജ് ആക്കിയാൽ ഇനിയും കുറയും. 5, 6, 7 അങ്ങനെ സ്റ്റേജിൻ്റെ എണ്ണം കൂട്ടിയാൽ അതങ്ങനെ കുറഞ്ഞുകൊണ്ടേ നിൽക്കും. സോ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണപ്പോൾ, സോ എങ്ങനെ എനിക്ക് 280-ന്ന് 380-ലേക്ക് എത്തിക്കാം വിത്ത് ചേഞ്ച് ഇൻ എൻട്രോപ്പി യൂണിവേഴ്സ്? വാട്ട് ഐ ഹാവ് ടു ഡു ഈസ് ഐ ഹാവ് ടു ഹീറ്റ് വാട്ടർ in infinite number of stages. അതായത് എനിക്ക് എൻട്രോപ്പി ചേഞ്ച് യൂണിവേഴ്സിൻ്റെത് 0 ആയി കിട്ടണമെങ്കിൽ ബൈ ഹീറ്റിംഗ് ഞാൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് കൊണ്ട് ഹീറ്റ് ചെയ്യണം. അതെന്താ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജ് ആകുമ്പോൾ? അപ്പോൾ എന്താ വെച്ചാൽ നെറ്റ് എൻട്രോപ്പി 0 ആവും. എന്തുകൊണ്ടാണ്? കാരണം ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻ്റ് എടുത്താൽ ഇൻഫിനിറ്റ് ആണല്ലോ, ഒരുപാട് എന്നുള്ള മീനിങ് ആണ്. മലയാളത്തിലെ ടേം ഒരുപാടല്ല, അതിലേറെ അപ്പുറമാണ് ഇൻഫിനിറ്റിൻ്റെ അർത്ഥം. സോ ഇൻഫിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് നോക്കുന്ന നേരത്തെ എന്തായിരിക്കും, ഒരൊറ്റ ഇൻസ്റ്റൻറ്റ് നിൽക്കുമ്പോൾ വാട്ടർ ഇവിടെ അതൊരു റിസർവോയർ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ദർ ആർ മെനി നമ്പർ ഓഫ് സ്റ്റേജസ്. അപ്പോൾ ഈ വാട്ടറും റിസർവോയറും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, വെരി 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 സ്മോൾ. സോ എൻട്രോപ്പി ചേഞ്ച് എന്തായി മാറും, 0 ആയിട്ട് തന്നെയായിരിക്കും മാറി വരിക. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, ഒരു സ്റ്റേജ് ഇട്ടപ്പോൾ തന്നെ പകുതിയായി. അപ്പോൾ 2, 3, 4 സ്റ്റേജ് ഇടുമ്പോൾ വീണ്ടും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. വാല്യൂ വിൽ ബിക്കം 0.000 പറഞ്ഞിട്ട് എന്തെങ്കിലും വാല്യൂ ആയിട്ടായിരിക്കും വരിക. സോ 0 കിട്ടാൻ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് വേണം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പ്രോബ്ലമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക.
ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോന്നും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ സച്ച് എ ടൈപ്പ് ഓഫ് ഹീറ്റിംഗ്, അങ്ങനത്തെ ഒരു ഹീറ്റിങ്ങിനെയാണ് വി കോൾ ഇറ്റ് ആസ് റിവേഴ്സിബിൾ ഹീറ്റിംഗ്. റിവേഴ്സിബിൾ ഹീറ്റിംഗ് എന്ന് പറയും. ഒന്നെങ്കിൽ നമുക്ക് ടേം ഇടാം, റിവേഴ്സിബിൾ ഹീറ്റിംഗ് വഴി കൊടുത്തു കഴിഞ്ഞാൽ എൻട്രോപ്പി നെഗ്ലിജിബിൾ ആയിരിക്കും. ഐ മീൻ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. റിവേഴ്സിബിൾ ഹീറ്റിംഗ് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് കൂട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് സ്റ്റേജസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലമും മൂന്നാമത്തെ സെക്ഷൻ്റെ ആ പ്രോബ്ലത്തിൻ്റെ ഉത്തരം നമുക്ക് അറ്റൈൻ ചെയ്യാം. ഓക്കെ, നൗ വി വിൽ ഗോ ഫോർ ദി തേർഡ് പ്രോബ്ലം. So here is the third problem. 1 kilogram of ice at minus 10 degrees Celsius is exposed to atmosphere at 30 degrees Celsius. After some time, the ice melts to water and water temperature becomes 30 degrees Celsius. Determine the entropy increase of the universe. Take Cp of ice equaling 2.093 kilojoule per kilogram Kelvin and the latent heat of ice equals 333.3 kilojoules per kilogram. മൂന്നാമത്തെ പ്രോബ്ലം നിങ്ങൾ കണ്ടു. പല പ്രോബ്ലംസും ഇതൊരു ഐസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴും ഫ്രീക്വൻ്റ്ലി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ പറ്റും. പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അതിലൊരു ടൈപ്പാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഐസിൻ്റെ മെൽറ്റിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട 1-2 കൺസെപ്റ്റ് ഉണ്ട്. ആ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഓരോ പ്രോബ്ലമും ഫസ്റ്റ് വൺ ബേസിക് ആണ്, രണ്ടാമത്തതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മൂന്നാമത്തത് ഇതൊക്കെ ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. സോ എൻട്രോപ്പിയിൽ നിങ്ങൾ വീണ്ടും ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് എന്താ, മാസ് ഈസ് ഗിവൺ ആസ് 1 കിലോഗ്രാം. മാസിന് നമുക്ക് തന്നിട്ടുള്ളത് 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ഓഫ് എന്താണ്, ഐസാണ്, ഐസിൻ്റെ ആണ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പൊതുവേ നമ്മൾ ഐസ് എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ സോളിഡിഫിക്കേഷൻ മോഡലാണല്ലോ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട് താനും, അതുകൊണ്ട് തന്നെ ഐസിൻ്റെ CP വാല്യൂ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ടറിൻ്റെ CP വാല്യൂ എടുത്തിട്ട് ചെയ്യരുത്. CP വാല്യൂ ഓഫ് ഐസ് ഈസ് ഗിവൺ ആസ് 2.093 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. മാത്രമല്ല ഐസിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് പറഞ്ഞിട്ടുണ്ട് 333.3 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ലേറ്റൻറ്റ് ഹീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ ഐസിന് ലേറ്റൻറ്റ് ഹീറ്റ്, ഫേസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ട ഹീറ്റ്, അതായത് ഐസ് വാട്ടർ ആവാൻ വേണ്ട ഹീറ്റ് എമൗണ്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ അത് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഓഫ് ഐസ്, ആ ഐസിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അതായത് സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്നു. അതന്നെ അവിടെ ഉദ്ദേശം. ഒരു -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഐസിന് എടുത്തിട്ട് അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ഐസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആവുന്നു. ആ വാട്ടർ എന്നിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു, അതായത് അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് എൻട്രോപ്പിയുടെ ചേഞ്ച് എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് ചോദിച്ചത്. എൻട്രോപ്പി ചേഞ്ച് സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് മൊത്തം ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് കാണാം. അതായത് ഐസിൻ്റെ മാത്രം എൻട്രോപ്പി അല്ല ചോദിക്കുന്നത്, സറൗണ്ടിങ്സിൻ്റെയും ഇത് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് CP ആൻഡ് LH വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഡയഗ്രാം പോലെ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണ് എൻ്റെ ഐസ് ഉണ്ടാവുക. സപ്പോസ് ദിസ് ഈസ് ഐസ്, അത് -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 263 കെൽവിൻ. ഓക്കെ, ഈ ഐസ് അറ്റ്മോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ് ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 303 കെൽവിൻ. ഇങ്ങനെ ഇൻട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ 3 സ്റ്റെപ്പ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഐസ് വെള്ളമാവുന്നു, എന്നിട്ട് വെള്ളം 30 ഡിഗ്രി സെൽഷ്യസ് എത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഐസിനെ -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആക്കിയിട്ട് മാറ്റണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
അതിന് ഹീറ്റ് വേണ്ടേ? -10 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി ആവണമെങ്കിൽ ഹീറ്റ് വലിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഹീറ്റ് കൊടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താ? ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ ഞാൻ 0 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടർ ആക്കിയിട്ട് മാറ്റണം. ഐസിനെ വാട്ടർ ആക്കി മാറ്റണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെയാണ് ലേറ്റന്റ് ഹീറ്റിൻ്റെ ആവശ്യം വരുന്നത്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസുള്ള ഐസിനെ ഞാൻ 0 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടറായിട്ട് മാറ്റണമെങ്കിൽ ഹീറ്റ് വേണം. മൂന്നാമത്തത് എന്താ? ഇങ്ങനെ ആയിട്ടുള്ള വാട്ടറിനെ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള വാട്ടറിനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായിട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? എനിക്ക് ഹീറ്റ് വേണം. അങ്ങനെ 3 കാര്യങ്ങൾക്കാണ് ടോട്ടൽ ഹീറ്റ് വേണ്ടത്, അല്ലേ? ഇപ്പം നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് ആണ്. ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഓഫ് ഐസ് ആണ് ആൻഡ് ഡെൽറ്റ എസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. അതാണ് സറൗണ്ടിങ്സ്, അല്ലേ? അപ്പോൾ ഈ ഡെൽറ്റ എസ് ഓഫ് ഐസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കിട്ടണമെങ്കിൽ ഐസിനെ ആദ്യം -10 നിന്ന് 0 ഡിഗ്രി ഐസാക്കും. ആ 0 ഡിഗ്രി ഐസിൽ നിന്ന് വാട്ടർക്ക് 0 ഡിഗ്രി വാട്ടർ ആക്കും. ആ 0 ഡിഗ്രി വാട്ടറിൽ നിന്ന് 30 ഡിഗ്രി വാട്ടറിലേക്ക് മാറ്റും. അപ്പോൾ ഈ ടോട്ടൽ ഹീറ്റ് എമൗണ്ട് വേണം ഡെൽറ്റ എസ് ഓഫ് ഐസ് കണ്ടുപിടിക്കാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ആദ്യം ആ ഹീറ്റ് കാണാം. സോ ഫസ്റ്റ് Q ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് ചോദിക്കാം. So Q is equal to heat absorbed -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് to 0 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. സോ ഇറ്റ് ഈസ് MCP ഡെൽറ്റ ടി. MCP ഡെൽറ്റ ടി ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ. പ്ലസ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ആണ്. ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് മാസ്, എത്രയാണോ മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ്. അത് പെർ കിലോഗ്രാമിനാണ് ഈ ലേറ്റന്റ് ഹീറ്റ് പറഞ്ഞത്. അപ്പോൾ 2 കിലോഗ്രാം ഉണ്ടെങ്കിൽ 2 times that value. പ്ലസ് മൂന്നാമത്തത് അഗെയിൻ 0 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോഴും നമ്മൾ MCP ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, മാസ് എത്രയും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ആണ്. സോ എമ്മിൻ്റെ ടേം ഓട്ടോമാറ്റിക്കലി എം എല്ലാം പോകും. കാരണം എന്താ? 1 കിലോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ശ്രദ്ധിക്കാനുള്ളത് CP വാല്യൂ. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ ഐസ് -10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് CP വാല്യൂ ഓഫ് ഐസ് ആണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ വെള്ളമാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തന്നെയാണ്. ആ വെള്ളമാണ് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. സോ ദാറ്റ് ദ മീഡിയം ഈസ് വാട്ടർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ CP ഓഫ് വാട്ടർ ആണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് തെറ്റരുത്. ക്ലിയർ? ആ CP വാല്യൂ ഓഫ് ഐസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ടി ആവണമെന്നില്ല ഇവിടുത്തെ ഡെൽറ്റ ടി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. എം വാല്യൂ 1 ആണ്. അത് എഴുതാം. 1 ആണ് മാസ് ഓഫ് ദി ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 കിലോഗ്രാം ഇൻറ്റു CP വാല്യൂ ഓഫ് ഐസ് ഈസ് ഗിവൺ as 2.093 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ -10 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. സോ ഇറ്റ് മീൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ SI യൂണിറ്റിൽ ആക്കണമെന്നില്ല, ആക്കിയാലും പ്രശ്നമില്ല. 0 മൈനസ്, അതായത് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ പാർട്ട് ഞാൻ ഇത് ചെയ്തു. ഇനി അടുത്തത് പ്ലസ് മാസ് 1 ആണ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 333.3 കിലോ ജൂൾ. ലാറ്റന്റ് ഹീറ്റ് വാല്യൂ ഒന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, അത് നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നതായിരിക്കും. പ്ലസ് ലാസ്റ്റ് ടേം വെള്ളത്തിന് ചൂടാക്കുന്നു. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നുള്ള വെള്ളത്തിനെ 30 ഡിഗ്രി സെൽഷ്യസ് ആക്കും. സോ അഗെയിൻ എം ഈസ് വാല്യൂ ഈസ് 1 ഇൻറ്റു CP ഓഫ് വാട്ടർ എത്രയാണ്? ദാറ്റ് വാല്യൂ ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, വിച്ച് മീൻസ് വി ഷുഡ് നോ ഇറ്റ് അവർ സെൽഫ്. ദെൻ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി മൈനസ് 0 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഫൈനലി ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് Q ഈസ് ഈക്വൽ ടു 2.093 into 0 minus 10 is plus 10. So it is into 10. This is the first term. Plus as such it is 333.3 second term. And third term it will be 4.187 into 30.
This is my third term. So നമ്മളിത് കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാണ്. സോ ഹീറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും? The unit will be in kilojoules, and if you are doing it in calculator you will get the answer 479.87 kilojoules. This is the total heat required. Clear ആണോ? -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കാൻ വേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഈ കാണുന്ന വാല്യൂ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് കണ്ടുപിടിക്കാനാണ്. സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ഐസിനെ കാണണം. ആ ഐസിൻ്റെ കാണുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അറ്റ്മോസ്ഫിയറിൻ്റെ കാണാം. സോ ടോട്ടൽ ചേഞ്ച്, എൻട്രോപ്പി ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ, ഡെൽറ്റ എസ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -Q/T ആണല്ലോ. സറൗണ്ടിങ്സ് ആണ് അറ്റ്മോസ്ഫിയർ. സോ ഇവിടെ Q ഏതാ? ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് സറൗണ്ടിങ്സിനാണ് കിട്ടുന്നത്. വേറെ ഹീറ്റിംഗ് മീഡിയം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും ഹീറ്റ് ചേഞ്ച് വന്നത്. സോ ഈ ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റ് ചേഞ്ച് തന്നെ. സോ ഇറ്റ് ഈസ് -479.87 ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ. പക്ഷേ ഇവിടെ നമ്മൾ SI യൂണിറ്റിൽ എഴുതണം. സോ ഇറ്റ് വിൽ ബി 303 Kelvin. സോ വൺസ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കുലേറ്റർ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് -1.584 kilojoules per Kelvin. This is important. ഡെൽറ്റ എസ് ഓഫ് അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി. അതായത് എൻ്റെ ഫൈനൽ ആൻസർ കിട്ടാനുള്ള ഒരു പാർട്ട് എനിക്ക് ആൻസർ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഡെൽറ്റ എസ് ഓഫ് ഐസ് ആണ് കിട്ടേണ്ടത്. സോ ഹിയർ ഡെൽറ്റ എസ് ഓഫ് ഐസ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെ നമ്മളിവിടെ പല സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? നമ്മളിവിടെ പല സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഡെൽറ്റ എസ് ഓഫ് ഐസ് ഫ്രം -10 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. -10 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എടുക്കേണ്ട എൻട്രോപ്പി ചേഞ്ച് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ്, നമുക്കറിയാം ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ Q/T ആണ്. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് mCp/dt. Q ആണ് ഇത്, T, Q/T. -10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 263 Kelvin ടു 0 ഡിഗ്രി സെൽഷ്യസ്. സോ ഇറ്റ് ഈസ് 273 Kelvin. എം വാല്യൂ എന്താ? 1 ആണ്. CP അതിവിടെ എഴുതാം. എം വാല്യൂ ഇൻ്റഗ്രൽ ഓഫ് 263 273. എം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ CP ഓഫ് ഐസ് ആണ് എടുക്കേണ്ടത്, കാരണം ഐസിലാണ്. ഐസിനെ -10 ടു 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ആക്കിയിട്ടുള്ളത്. സോ ഇൻറ്റു 2.093 പ്ലസ് ln ഓഫ്, സോറി ഇറ്റ്സ് നോട്ട് പ്ലസ്, ഇറ്റ്സ് ഇൻറ്റു mCp ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇറ്റ് ഈസ് ഇൻറ്റു ln ഓഫ് dt/t. അതെന്തായി മാറും? ln ഓഫ് T2/T1. ln ഓഫ് അങ്ങനെ തന്നെ എഴുതാം. ഞാൻ ഇൻ്റഗ്രൽ ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് dt/t തന്നെ. സോ അത് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1 ഇൻറ്റു 2.093 ഇൻറ്റു ln ഓഫ് 273/263. സോ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 0.0781 kilojoule per Kelvin. ഇത് എന്താണ്? എൻട്രോപ്പി ഓഫ് ഐസ്. ഐസിനെ -10 നിന്ന് 0 ആക്കാനാണ്. ഇനി അടുത്ത എൻട്രോപ്പി ചേഞ്ച് എന്താ? അടുത്ത എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എസ് ഓഫ് ഐസ് ടു വാട്ടർ. ഐസിനെ നമ്മൾ വാട്ടർ ആക്കുന്നു അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ എന്താ? Q/T ആണ് എടുക്കുക. Q/T ആണല്ലോ നമ്മുടെ ഉത്തരം. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് ലേറ്റൻ ഹീറ്റ്. ഹീറ്റ് വരുന്നത് ലേറ്റൻ ഹീറ്റ് ആണ്. അത് എത്രയാണ്? 333.333 ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ദാറ്റ് ഈസ് 30 ഡിഗ്രി അല്ല, സോറി അറ്റ്മോസ്ഫിയർ അല്ല, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയി വാട്ടർ ആക്കുന്നു. സോ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 273 Kelvin. ഇവിടെ ശരിക്കും ആക്ച്വലി ഇറ്റ് ഈസ് M ഇൻറ്റു L ആണ് വരേണ്ടത്. അതായത് മാസ് ഇൻറ്റു ലാറ്റൻ ഹീറ്റ്. ഇവിടെ മാസ് 1 കിലോഗ്രാം ആയതുകൊണ്ടാണ് അത് ഞാൻ മെൻഷൻ ചെയ്യാതെ. അത് 2 കിലോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ 2 ഇൻറ്റു എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ 1.221 kilojoules per Kelvin. ഓക്കെ, അപ്പോൾ ഐസ് വാട്ടറായി. ഇനി എൻട്രോപ്പി ചേഞ്ച് അടുത്തത് എന്താ? വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കിയിട്ട് എനിക്ക് മാറ്റണം. സോ അഗെയിൻ ഹിയർ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 ടു 30 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഈസ് 303 Kelvin
എം സി പി ഡി ടി ബൈ ടി. ഇവിടെ സി പി എന്ന് പറഞ്ഞാൽ സി പി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ സി പി ഓഫ് വാട്ടർ നമുക്കറിയാം. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് എം വാല്യൂ ഈസ് 1 ഇൻറ്റു 4.187 ഇൻറ്റു ln ഓഫ് T2 by T1, that is 303 divided by 273. Okay, so this നമ്മൾ calculator ചെയ്തു കഴിഞ്ഞാൽ you can see that I get the value 0.437 kilojoules per Kelvin. So ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഐസിനെ ഞാൻ -10 നിന്ന് 0 ആക്കാൻ, ഐസ് 0 ആക്കാൻ വേണ്ട എൻട്രോപ്പി ചേഞ്ച് ഇതാണ്. എന്നിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആക്കാനുള്ള എൻട്രോപ്പി ചേഞ്ച് ഇതാണ്. അതിനുശേഷം 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആക്കാൻ വേണ്ട എൻട്രോപ്പി ചേഞ്ച് ഇതാണ്. സോ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് നെറ്റ്, ദാറ്റ് ഈസ് ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും സമ്മേഷനാണ്. മൂന്നിൻ്റെയും സമ്മേഷൻ ചെയ്യുമ്പോൾ 0.0781 പ്ലസ് 1.221 പ്ലസ് 0.437 അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ദാറ്റ് ഈസ് 1.736 kilojoules per Kelvin. ഇതാണ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ഐസ്. ഐസ് എന്ന് പറയാൻ പറ്റില്ല, ഐസിനെ വാട്ടറിലേക്ക് മാറ്റുമ്പോൾ. ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഐസ് എന്നാണ് പറഞ്ഞത്, ഐസ് എന്നല്ല, ഐസിനെ വാട്ടർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്, -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ വാട്ടർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ആക്കേണ്ട ടോട്ടൽ എൻട്രോപ്പി പ്ലസ് അറ്റ്മോസ്ഫിയർ, അത് രണ്ടും ഇപ്പോൾ നമുക്ക് കിട്ടി അല്ലേ. അറ്റ്മോസ്ഫിയറിൻ്റെത് എനിക്ക് കിട്ടി, ഇറ്റ് വാസ് -1.584 ആൻഡ് ടോട്ടൽ നെറ്റ് എനിക്ക് കിട്ടി 1.736. സോ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ്, ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് 1.736 പ്ലസ് അറ്റ്മോസ്ഫിയറിൻ്റെ വാല്യൂ ദാറ്റ് വാസ് -1.584. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡല്ല ഇൻ ദ സെൻസ് ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് സബ്ട്രാക്ഷൻ തന്നെയാണ് ആവുക. സോ ദ ടോട്ടൽ എൻട്രോപ്പി വാല്യൂ വിൽ ബി 0.152 kilojoules per Kelvin. This is the delta S of universe for this process. Okay, so hope this is clear. എളുപ്പമാണ്, പക്ഷേ ശ്രദ്ധിച്ച്, കുറച്ച് ലെങ്തിയർ പ്രോബ്ലമാണ്, ശ്രദ്ധിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും വരിക. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുണ്ട് നമുക്ക് എൻട്രോപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടി വരും, ചില നേരത്തെ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ലാറ്റിൻ ഹീറ്റ് വന്നപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം. സോ മോർ ആൻഡ് മോർ പ്രോബ്ലംസ് എൻട്രോപ്പി സെക്ഷനിൽ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സിറ്റിക്ക് പ്രതീക്ഷിക്കാം. സോ മോർ ആൻഡ് മോർ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, PK നാഗിൻ്റെയോ അല്ലെങ്കിൽ സെഞ്ചലിൻ്റെയോ, അല്ലെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് തെർമോഡൈനാമിക്സിലെ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തിട്ട് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അതിൽ സോൾവ് ആയിട്ട് തന്നിട്ടുള്ള പ്രോബ്ലംസ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഏറ്റവും ബെസ്റ്റ് PK നാഗിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. PK നാഗിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്, മെഗ്രോ ഹിൽസിൻ്റെ പബ്ലിക്കേഷൻസുള്ള PK നാഗിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൻ്റെ പ്രോബ്ലംസ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിൽ അൺസോൾവ്ഡ് പാർട്ട് ഉണ്ട്, അതിൽ ആൻസർ തന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റെപ്പുകളൊന്നുമില്ല, അൺസോൾവ്ഡ് പാർട്ടിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ടാവും. നിങ്ങളത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സ്വയം ട്രൈ ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആവുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.